ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, വളരെ വിചിത്രമായൊരു മിസ്റ്ററി ത്രില്ലറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ വർഷം പുറത്തിറങ്ങിയ ദ വാച്ചേഴ്സ്. അയർലൻഡിലെ ഇരുണ്ട് മൂടിയ ഒരു പ്രത്യേക കാട്. ആ കാടിനകത്ത് അകപ്പെട്ടവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അവിടെ എന്തോ ഒരു ദുരൂഹത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണ്? വരൂ നമുക്ക് കാണാം. അതിനു മുന്നേ ആരെയും പുതിയതായിട്ട് എത്തി നോക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. 1 മില്യൺ ആവാൻ ഇനി കുറച്ച് പേരുടെ ആവശ്യം കൂടിയുള്ളൂ. ഒരു ബട്ടൺ കിട്ടും എനിക്ക്, അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല, എന്നാലും പറയാം. ഇതിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഏകദേശം 1 മില്യൺ എന്നാണ് ഞാൻ പറഞ്ഞു നടക്കുന്നത്. ആ ഏകദേശം മാറ്റിയിട്ട് 1 മില്യൺ എന്ന അഭിമാനത്തോടെ പറയാൻ നിങ്ങളൊരു അവസരം തരും. നന്ദിയുണ്ടേ. എന്നാൽ നമുക്ക് ഈ അപാര കഥയിലേക്ക് കടക്കാം. ദ വാച്ചേഴ്സ് എന്ന സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദം പിന്നാമ്പുറത്ത് കേൾക്കാം. ദർ ഈസ് എ ഫോറസ്റ്റ് ഇൻ ദ വെസ്റ്റ് ഓഫ് അയർലാൻഡ്. ആ ഫോറസ്റ്റ് മാപ്പിലൊന്നും കാണാൻ കഴിയില്ല. ആരൊക്കെയോ പറയുന്നു ആ കാടിനകത്ത് തൊലഞ്ഞുപോയ ഒരുപാട് ആത്മാക്കളുണ്ടെന്ന്. ഈ വോയിസ് ഓവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ ജീവഭയം കൊണ്ട് ഓടാണ് കാടിനകത്തോടെ. അയാൾ ഓടുന്നു, നിൽക്കാതെ ഓടുന്നു. ഇടയ്ക്ക് വാച്ചിലെ സമയം നോക്കുന്നുണ്ട്, വീണ്ടും ഓടും. അപ്പോഴാണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ 108 എന്നും പറഞ്ഞ് ഒരു ബോർഡ് ആരോ സ്ഥാപിച്ചൊരു പഴയ ബോർഡ് കാണാം. അതും താണ്ടി ഇയാൾ ഓടുന്നുണ്ട്. ഞാൻ സഹായവുമായിട്ട് വരാം ഹണി, നീ പേടിക്കല്ലേ എന്ന് ഇയാള് മനസ്സിൽ ആരോടോ പറയും. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഇനി 22 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും ഓടുന്നു. കുറെ ദൂരം ഓടി. പെട്ടെന്ന് പക്ഷികളൊക്കെ ഏതോ ഭാഗത്തൂടെ പറന്നു പോകാൻ തുടങ്ങി. കാട് ഇരുണ്ടു മൂടുന്നു. ചുറ്റും മഞ്ഞാണ്. അധികം ദൂരത്തേക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇയാൾ ഓടി ചെന്ന് അവസാനം ആ പോയിന്റ് ഓഫ് റിട്ടേൺ, നോ റിട്ടേൺ എന്ന ബോർഡിലേക്ക് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞു. ഇപ്പൊ ഇയാൾ വാച്ച് നോക്കിയിട്ട് ഭയപ്പെടുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇനി എന്ത് ചെയ്യും? ഒരുപാട് പറവകൾ മരത്തിന് മുകളിലൂടെ പറന്ന് രക്ഷപ്പെടുകയാണ്. വേറെങ്ങോട്ടോ ഇരുട്ട് കൂടിക്കൂടി വരുന്നു. ഇയാളൊരു മരത്തിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങും. കുറെ ഭാഗം മുകളിലേക്ക് കയറി. പക്ഷെ ഭാഗ്യദോഷം കൊണ്ട് പിടിച്ച കമ്പ് പൊട്ടി പുള്ളി നിലത്തേക്ക് അടിച്ചു വീഴും. വായെല്ലാം പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്. ആൾക്ക് നടക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. പുള്ളിക്കാരന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ആൾ ഇഴഞ്ഞു നീങ്ങി ആ ബാഗിനകത്തുനിന്ന് ഒരു കത്തി എടുത്തിട്ട് ഒരു മരത്തോട് ചാഞ്ഞ് ചുറ്റും നോക്കാണ്. ഏതോ ഒരു അപായ ജീവിയുടെ ശബ്ദം കേൾക്കാം. അതിങ്ങനെ അയാളുടെ അടുത്തേക്ക് വരുന്നു. അതിന്റെ രൂപം കണ്ട് ഇയാൾ ഭയപ്പെടും. ദാറ്റ്സ് ഇമ്പോസിബിൾ എന്ന് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒന്ന് ഇയാളെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകും. ഒരു കുഴിക്കകത്തേക്ക് അങ്ങനെ വീഴുന്നാണ് കാണിക്കുന്നത്. നോ എന്ന് പറഞ്ഞ് ഒച്ചിട്ടിട്ട് പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഒരു പെറ്റ് ഷോപ്പ്. എല്ലാവിധ പെറ്റുകളും ഉണ്ട്. പാമ്പ് മുതൽ അണലി മുതൽ അരണ മുതൽ എല്ലാം ഉണ്ട്. അവിടുത്തെ ജോലിക്കാരിയാണ് നമ്മുടെ നായിക. പെണ്ണിനെ കാണുമ്പോൾ തന്നെ ഒരു വിയേർഡ് ലുക്ക്, എപ്പോഴും എന്തോ നഷ്ടപ്പെട്ടതുപോലത്തെ ഒരു സങ്കടം. ഈ പെറ്റ് ഷോപ്പ് ഓണർ നമ്മുടെ കൊച്ചിനോട് ഒരു സഹായം ചോദിക്കുകയാണ്. ഒരു പ്രത്യേക മഞ്ഞക്കിളി, അതിനെ ബെൽഫാസ്റ്റിലെ സൂവിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. 1 ദിവസത്തെ യാത്രയുള്ളൂ, എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ കഴിയില്ല, നീ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ എന്ന് ഓണർ ചോദിക്കും. ഇവള് പറയും, ഞാൻ കൊണ്ടുപോവാം, ഒരു കുഴപ്പമില്ല, നാളെ തന്നെ കൊണ്ടുപോവാം. അപ്പൊ പുള്ളി ഒന്ന് മാറി നിൽക്കുന്നത് നിനക്ക് നല്ലതല്ലേ? ഐറിഷ് കൺട്രി സൈഡിലേക്ക് പോവുക, ഒരു ഗെറ്റവേ, അത് നിനക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ഇവൾ ഓക്കെയാണ്, എനിക്കത് ഇഷ്ടമാണെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഗെറ്റവേ എന്ന് മനസ്സിലായില്ല. ശരി, എന്തേലും ആവട്ടെ. ഇപ്പോ പെണ്ണ് ജോലി കഴിഞ്ഞ് ആ പക്ഷീനെ എടുത്തുകൊണ്ട് പോകുന്നു അവളുടെ മുറിയിലേക്ക്. നാളെ അല്ലേ പോകുന്നത്, നാളെ പോകുമ്പോൾ അതിനെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വൈകിട്ട് അവൾ ആ കിളിയോട് പറയും, എൻ്റെ അമ്മ ഈ ദിവസമാണ് മരണപ്പെട്ടത്, 15 വർഷങ്ങൾക്ക് മുന്നേ. എനിക്കൊന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോയാലോ, എനിക്കൊന്ന് പുറത്തു പോകണം, ട്രൈ നോട്ട് ടു ഡൈ എന്നിവള് പറയുമ്പോൾ അതേ വാചകം ഈ മഞ്ഞക്കിളി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. തത്തക്കിളി തത്തയാണെന്നറിഞ്ഞില്ല, രൂപവും ഭാവമൊക്കെ ഉണ്ട് അതുപോലെ. എന്തായാലും അതിന് സംസാരിക്കാൻ കഴിയും. പറയുന്നൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഇവള് കാറും എടുത്ത് ആ മഞ്ഞക്കിളീനെയും കയറ്റി യാത്രയാവുന്നു. ശരിക്കുള്ള എന്നെ നീ ഇഷ്ടപ്പെടില്ല എന്നിവൾ ആ മഞ്ഞക്കിളിയോട് പറയുന്നുണ്ട്. അങ്ങനെ കാറുകൊണ്ട് മലയും പുഴയും തടാകവും എല്ലാം താണ്ടി ഇവള് യാത്രയാവാണ്. നല്ല രസമുണ്ട് അവിടുത്തെ ഭൂപ്രകൃതികളൊക്കെ കാണാൻ. ഒരു പമ്പിലേക്ക് എത്തുമ്പോഴാണ് ഇവൾക്ക് അവളുടെ സഹോദരിയുടെ വോയിസ് മെസ്സേജ് കിട്ടുന്നത്. അതിൽ സഹോദരി പറയുന്നുണ്ട്, അമ്മയുടെ മെമ്മോറിയലിന് നീ വന്നില്ലല്ലോ, വരണമായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സെറിമണി. നല്ലൊരു കൊയറുണ്ടായിരുന്നു, എല്ലായിടത്തും വൈറ്റ് ഫ്ലവേഴ്സ്. നീ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടില്ലല്ലോ, അവർ വളർന്നു, ദേ ആർ സ്മാർട്ട്. വായോ, അവരെയൊക്കെ കണ്ട് അവരോടുകൂടെ കളിച്ചിട്ട് പോകാം. നീ എല്ലാം മറക്കാൻ സമയമായി, വിട്ടുകളയാൻ സമയമായി. ഇനിയും ആ ഭാരം ചുമന്നിട്ട് നടക്കല്ലേ എന്ന് സഹോദരി പറയുന്നുണ്ട്. എന്താ ഭാരം എന്നറിഞ്ഞില്ല. ഇവള് ഫോൺ മാറ്റിവെച്ചിട്ട് വീണ്ടും കാറെടുത്ത് യാത്ര തുടങ്ങി. അപ്പോഴാണ് ഒരു നോട്ടീസ് ബോർഡ് കാണിക്കുന്നത്. ഒരുപാട് യാത്രക്കാര്, ഈ സ്ഥലം പാസ് ചെയ്തു പോയ ഒരുപാട് യാത്രക്കാരെ മിസ്സായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പെണ്ണ് കാറിൽ വീണ്ടും പോകുന്നു. ഇനി 100 കിലോമീറ്റർ യാത്ര ചെയ്യണം. തന്റെ പരമാവധി സ്പീഡിലാണ് അവള് പോകുന്നത്. എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയുള്ള പോക്ക് പോലെ. ഇങ്ങനെ പോയ പെണ്ണ്
വലിയൊരു വനത്തിന് അകത്തേക്ക് ചെന്നെത്തിപ്പെടും. അവളറിയുന്നില്ല, അവൾ വിട്ടടിച്ച് പോവുകയാണ്. ഗൂഗിൾ മാപ്പ് എങ്ങോട്ടാണോ കാണിക്കുന്നത് അങ്ങോട്ട് അങ്ങനെ പോകുന്നു. ഇതിനിടയ്ക്ക് കാറ് ചെറിയ ട്രബിള് കാണിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും വനത്തിനകത്തേക്ക് പോകുമ്പോഴാണ് മൊബൈൽ ഫോണിലെ മാപ്പെല്ലാം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാവുക. ഉടനെ റേഡിയോയിൽ നിന്നു. പെട്ടെന്ന് ഇവളെ കാറിന്റെ എഞ്ചിനും ഒരടിയടിച്ചങ്ങ് നിന്നു. എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. ഈ ഗൂഗിൾ മാപ്പ് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി വിടില്ലേ നമ്മളെ, അതേപോലെ ഇവളെവിടെയോ കൊണ്ടുപോയി വിട്ടിരിക്കുകയാണ്. എന്തായാലും കാറ് ട്രിബിളായി. സഹായത്തിന് ആരെങ്കിലും വേണം. ഇവള് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു ബോർഡ് കാണും. പോയിന്റ് ഓഫ് നോ റിട്ടേൺ 12 എന്നും പറഞ്ഞിട്ട്. അതിലെന്താ എഴുതി വെച്ചിരിക്കണേന്ന് ഇവള് കാര്യമാക്കുന്നില്ല. എന്തായാലും ഈ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടാവണം. കാറിന്റെ എഞ്ചിനാണെങ്കിൽ പുകയാനും തുടങ്ങി. ഇവൾ ആ കിളിയെ കയ്യിലെടുത്തിട്ട് അടുത്ത് ആരെങ്കിലും താമസിക്കുന്നുണ്ടാവും, നമുക്ക് ചെന്ന് നോക്കാമെന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങും. നടക്കുമ്പോൾ ഇവള് വിളിച്ചു പറയുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ? ഹലോ, എനിക്കൊരു സഹായം വേണം, എന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ആരെങ്കിലും ഉണ്ടോ? ഹലോ. ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അവള് മുന്നോട്ട് നടക്കുന്നു. ഒന്നും കാണുന്നില്ല, ഇരുണ്ട കാട് മാത്രം. ശരി, ഇനിയും പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ആപത്തുണ്ടെങ്കിലോ, നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞ് ഇവൾ ആ കിളിയും കൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഒരു പണി കിട്ടിയത് അവൾക്ക് മനസ്സിലാവുക. കാറ് കാണുന്നില്ല. പെട്ടെന്ന് ഈ കാർ എവിടെ പോയി? താൻ അധിക ദൂരം അകത്തേക്ക് വന്നിട്ടില്ലല്ലോ. വീണ്ടും ഇവൾ ഓടി പുറകിലേക്ക് നടക്കാൻ തുടങ്ങും. കാർ കാണുന്നില്ല. ഈ തിങ്ങിക്കൂടിയ മരങ്ങളുള്ള കാട് മാത്രം. നല്ല മഞ്ഞുണ്ട്. മെല്ലെ മെല്ലെ ഇരുട്ടും വീഴാൻ തുടങ്ങി. ഇവള് തമാശ എന്നോണം ആ കിളിയോട് പറയും, നമ്മൾ രണ്ടുപേരും ഇവിടെ വെച്ച് മരിക്കുന്നതാണ് എനിക്ക് തോന്നണത്. പെട്ടെന്നാണ് കിളികള്, ഒരുപാട് കിളികള് പേടിച്ചരണ്ട് പറന്നു പോകുന്ന പോലെ ഇവളുടെ അടുത്തൂടെ തെന്നിപ്പാറി പോവാ. അപ്പൊ തന്നെ നിലവും കുലുങ്ങാൻ തുടങ്ങും, വിറയ്ക്കാൻ തുടങ്ങും. എന്താ ഇവിടെ സംഭവിക്കണേന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പെണ്ണ് പേടിക്കുന്നുണ്ട്. ദൂരെ നിന്നും ഒരു വിരൂപ സത്വത്തിന്റെ ശബ്ദവും കേൾക്കാം. മനസ്സിലായില്ല എന്താ അവിടെ സംഭവിക്കുന്നത്. പെട്ടെന്നാണ് ഒരു സ്ത്രീ രൂപം, പേടിപ്പിക്കുന്ന ഒരു സ്ത്രീ രൂപം. എന്തായാലും മനുഷ്യനാണല്ലോ. ആ തള്ളമ്മ ഇവളെ കൺമുന്നി വന്നിട്ട് മിസ്സായി പോവാ. ഇവൾ ആ തള്ളമ്മയുടെ പുറകെ തന്നെ ഓടുന്നുണ്ട്. ഹലോ ഹലോ ചേച്ചി, എന്നെ സഹായിക്കണം, എന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, ഒന്ന് വെയിറ്റ് ചെയ്യൂ, എന്നെ വിട്ടിട്ട് പോവല്ലേ, ഞാൻ ഒറ്റയ്ക്കായി പോവും. ഇവളെ അമ്മച്ചിയുടെ പുറകെ ഓടി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഷെഡ് ഹൗസ് കാണാം. ഈ ഇരുണ്ട കാടിന് നടുക്കെ ഒരു ചെറിയ ഷെഡ് ഹൗസ്. അതിന്റെ വാതിൽ തുറന്ന ആ സ്ത്രീ, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഓടി വന്നോ, എത്രയും പെട്ടെന്ന് വന്ന് ഈ മുറിക്കകത്തേക്ക് കയറിക്കോ. ആ ലേഡി എണ്ണാൻ തുടങ്ങും. 4, 3, 2, 1. ഇവള് ജീവനും കൊണ്ട് ഓടി വന്ന് ആ ഷെഡിനകത്തേക്ക് കയറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ തള്ളമ്മ ഷെഡിന്റെ ഡോറെല്ലാം വലിച്ചടയ്ക്കും. ഒരുപാട് താഴുകളുണ്ട്, മെറ്റൽ ഡോർ. അകത്ത് കയറിയ പെണ്ണ്, ഇതെവിടെയാണ് സ്ഥലം, എന്താ സംഭവിക്കണേന്ന് ചോദിക്കും. അപ്പൊ അമ്മച്ചി, ഇതിനെ ഞങ്ങൾ കൂപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് മെഡലിൻ, ഈ പെൺകുട്ടിയുടെ പേര് കിയാറ, ആ പയ്യന്റെ പേര് ഡാനിയൽ. ആ അമ്മച്ചി കൂടാതെ 2 ആൾക്കാരും കൂടെയുണ്ട് ഈ കൂപ്പിനകത്ത്. ഞങ്ങളും നിന്നെപ്പോലെ തന്നെയാണ്, തൊലഞ്ഞു പോയവർ, വി ലോസ്റ്റ്. നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടി പറയും, എന്റെ പേര് മീന. മീനയല്ല, മിന. അപ്പൊ ഈ തള്ളമ്മ, മിന, ഞാൻ നിന്നെ പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും നമുക്ക് സമയമില്ല, അവരെ കാത്തിരിപ്പിക്കരുത്, അവർക്ക് ദേഷ്യം വരും. വരൂന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെയും വിളിച്ച് ഇവര് 3 പേരും, മുഴുവൻ 4 പേരും ഈ കൂപ്പിന് ഫ്രണ്ടി വന്ന് നിൽക്കും, നിരന്ന് നിൽക്കും. അപ്പൊ മിന ചോദിക്കുന്നുണ്ട്, എന്തിനാ നമ്മളിങ്ങനെ നിൽക്കണേന്ന്. ആ അമ്മച്ചി പറയും, ഞങ്ങൾ അവരെ വിളിക്കുന്നത് വാച്ചേഴ്സ് എന്നാണ്, നമ്മൾ അവര് കാണാൻ പോകുന്നു, ദേ ആർ കമ്മിങ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. നീ പേടിക്കണ്ട, ഈ രാത്രി നീ സർവൈവ് ചെയ്യും. ആ വാച്ചേഴ്സിന് ഇതിനകത്തേക്ക് കടക്കാൻ കഴിയില്ല, അവർക്ക് നിന്നെ കാണണം, അത്രയുള്ളൂ. അപ്പൊ ഇവള് ചോദിക്കും, അവരെവിടെയാണുള്ളതെന്ന്. ഇവർക്ക് മുന്നിലായിട്ടൊരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസിനപ്പുറത്താണ് അവരുള്ളത്. ഇറ്റ്സ് എ വിൻഡോ ഓൺ ദ അതർ സൈഡ്. അവർക്ക് നമ്മളെ കാണാം, നമുക്ക് അവരെ കാണാൻ കഴിയില്ല. അവരെല്ലാ ദിവസവും രാത്രി ഇവിടേക്ക് വരും. ആൻഡ് ദേ വാച്ചസ് അണ്ടിൽ ദ സൺ റൈസസ് അഗെയിൻ. രാത്രി മുഴുവൻ അവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. പേടിക്കണ്ട, ആദ്യം കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമെങ്കിലും നിനക്കത് ശീലായിക്കോളും എന്നാ കിയാറ പറയുന്നുണ്ട്. അപ്പൊ അമ്മച്ചി, മിന, ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് പോ, അവർക്ക് നിന്നെ ശരിക്കൊന്ന് കാണണം. ഇവള് ഫ്രണ്ടിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു. എന്താ സംഭവിക്കണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താണ്, അവരിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അവരെന്തിനാണ് എന്നെ കാണുന്നത്? പെട്ടെന്ന് ഒരുപാട് പേര് കൈയടിക്കുന്ന ശബ്ദം കേൾക്കാം. അമ്മച്ചി പറയും, നിന്നെ അവർ വെൽക്കം ചെയ്തിരിക്കുകയാണ്, എ വെൽക്കം ടു ദ ഷോ. ഇപ്പൊ ആ കൂപ്പിന്റെ പുറംഭാഗം കാണിക്കുന്നുണ്ട്, ഒരു സ്റ്റേജ് പോലെ. പുറമേ ഉള്ളവർക്ക് ഇവരെ കാണാം, പക്ഷെ ആരാണ് പുറമേ ഉള്ളതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. കാടിന്റെ ഒത്ത നടുക്ക് ഒരു കൂപ്പ. എന്താണ് ഈ സംഭവം? പിറ്റേന്ന് നേരം വെളുത്ത ഉടനെ ഇവള് തന്റെ മഞ്ഞക്കിളി എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ തുടങ്ങും. ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ വീട്ടിൽ പോവാ. അപ്പൊ അമ്മച്ചി പറയുന്നുണ്ട്, നിനക്ക് പോകാൻ കഴിയില്ല, ഇവിടെ വിട്ട് എത്ര ശ്രമിച്ചാലും പോകാൻ കഴിയില്ല. അപ്പൊ മീന, ഐ എം സോറി, എനിക്ക് പോയേ തീരൂ, എനിക്ക് വീട്ടിൽ പോകാനുണ്ട്, ഒരുപാട് ജോലിയുണ്ട്, പിന്നെ കാണാമെന്നും പറഞ്ഞ് ഇവളിറങ്ങി നടക്കാൻ തുടങ്ങും. ആ തള്ളയ്ക്കും ആ പിള്ളേർക്കും പ്രാന്താണ്. നമുക്ക് എത്രയും പെട്ടെന്ന് കാറ് കണ്ടുപിടിക്കാം എന്നവൾ കിളിയോടും പറഞ്ഞിട്ട് നടന്നു പോകുന്ന വഴി മീന എന്ന് ആരോ ഇവളെ വിളിക്കുന്നതായിട്ട് ഇവൾക്ക് തോന്നും. എന്തിന് നീ എന്നോട് അങ്ങനെ ചെയ്തു എന്ന് ആരോ ചോദിക്കുന്നു. കാടിനകത്ത് മറഞ്ഞു നിന്ന് ഇവൾ ആ രൂപത്തെ കണ്ട് പേടിച്ച് വീണ്ടും ഓടും. ഓടി ഏകദേശം ഈ കാട് കഴിഞ്ഞു എന്ന തോന്നലിൽ ഇവള് ഒരു ക്ലിഫിന്റെ മണ്ടയിലേക്ക് എത്തുന്നുണ്ട്. നോക്കുമ്പോൾ ചുറ്റും കാടും മലയും, ഒരു വഴിയും കാണുന്നില്ല. താനിപ്പോൾ ഏത് സ്ഥലത്താ നിൽക്കണേന്ന് പോലും അറിയാൻ പാടില്ല.
വലിയൊരു ഒത്ത കാടിന്റെ നടുക്ക്. പോകാനുള്ള വഴിയൊന്നുമില്ല. ഇവളാകെ അവശയാവും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആരോ പുറകെ വന്നവളെ തോളത്ത് കൈവയ്ക്കുക. നമ്മുടെ മാഡലിൻ, ആ അമ്മച്ചി. അവര് പറയും, യു ആർ നോട്ട് ദ ഫസ്റ്റ് വൺ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച ആദ്യ ആള് നീയല്ല. ഞങ്ങളെല്ലാവരും ശ്രമിച്ച് പരാജയപ്പെട്ടവരാ. വായോ പോകാം. അവര് മിനയും വിളിച്ചിട്ട് വീണ്ടും കാടിനകത്തേക്ക് പോകുന്നു. നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കാട് നിന്നൊരു പ്രാന്തിയാക്കും. ഇതൊരു ശാപം കിട്ടിയ കാടാ. പക്ഷേ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് ഈ കാടിനെ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിനക്കിവിടെ ജീവിക്കാം. ഇവള് നേരത്തെ കണ്ടില്ല ഒരു ലാൻഡ്മാർക്ക്, ഒരു ബോർഡ്. അതുപോലത്തെ ഒരു ബോർഡിന്റെ അടുത്തേക്ക് ഇവളെ വിളിച്ചുകൊണ്ട് പോകും. ഇതാണ് ലാൻഡ്മാർക്ക്. ഇത് ഈ കാട് മുഴുവൻ പല ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഓരോ ലാൻഡ്മാർക്കും നമ്മുടെ കൂപ്പിൽ നിന്നും 1/2 ദിവസം ദൂരത്താണ്. നടന്നെത്തിയാൽ 1/2 ദിവസം. ഈ ബൗണ്ടറി താണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ കൂപ്പിലേക്ക് തിരിച്ചെത്താൻ പറ്റില്ല. ഇരുട്ടുന്നതിന് മുന്നേ. താണ്ടിയവരാരും തന്നെ തിരിച്ചെത്തിയിട്ടുമില്ല. ദർ ഈസ് നോ ടേണിംഗ് ബാക്ക്. അപ്പൊ ഇവള് ചോദിക്കും, ഇതാരാണോ ഉണ്ടാക്കിയെന്ന്. ഈ ലാൻഡ്മാർക്കല്ല. അമ്മച്ചി പറയും, ഡാനിയലും കിയാറയും അദ്ദേഹത്തെ പ്രൊഫസർ എന്നാണ് വിളിക്കുന്നത്. അങ്ങേരാണ് ഈ ലാൻഡ്മാർക്ക് സ്ഥാപിച്ചത്. അതാരാണെന്നറിയില്ല. നമുക്കറിയില്ല. എന്തായാലും സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. വായോ തിരിച്ചു പോകാം. അമ്മച്ചി അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. എല്ലാവരും തിരിച്ച് കൂപ്പിലെത്തി. ആദ്യമേ ആ ചെറുക്കൻ ഡാനിയൽ ഒരു നാടകം പോലെ എന്തൊക്കെയോ അവതരിപ്പിക്കാൻ തുടങ്ങി. ഒരു സ്റ്റേജ് ഷോ. ഈ നാടക വീട്ടിലേക്ക് പുതിയ അതിഥി വന്നിട്ടുണ്ട്. അവളുടെ പേര് മിന എന്നാണ്. എല്ലാവരും കണ്ടോളൂ എന്നൊക്കെ ഇവൻ പറയും. അത് കഴിഞ്ഞ് കിയാറ. അവളൊരു ഡാൻസ് പെർഫോമൻസ് ആണ് ഈ ഗ്ലാസിന് മുന്നിൽ കാഴ്ചവെക്കുക. ഇപ്പോഴും ആരാണ് കാഴ്ചക്കാരെന്ന് നമ്മളെ കാണിക്കുന്നില്ല. എന്നാൽ ആരൊക്കെയോ ഇവരുടെ പെർഫോമൻസുകൾ കാണുന്നുണ്ട്. ഈ കൂപ്പിനകത്ത് ഒരു പഴയ ടിവിയും ഉണ്ട്. അതുപോലെ ഒരു റേഡിയോ പെട്ടിയും ഉണ്ട്. എവിടുന്നൊക്കെയോ കറണ്ട് കണക്ഷനും ഉണ്ട്. എന്താണ് സംഭവം എന്ന് ഇപ്പോഴും വ്യക്തമല്ല. പിറ്റേന്ന് രാവിലെ ആവുന്നു. മാഡലിൻ, അമ്മച്ചി 4 പേരോടും ഓരോ ദിക്കിലേക്ക് പോകാൻ പറയും. ഇന്ന് കിയാറയെ മിനയെ വിളിച്ചുകൊണ്ട് പോകാൻ പറയും. ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ചെത്തണം. ഇവര് പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടിയിട്ടാണ്. കിയാറ കുറച്ച് പച്ചമരുന്നുകളൊക്കെ പല ഭാഗത്തു നിന്നും പറിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. അവള് പച്ചമരുന്ന് പഠിച്ച പെണ്ണാൻ തോന്നണം. പെയിൻ റിലീഫിനുള്ള സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വരും. അപ്പോഴാണ് കിയാറ പറയുന്നത്, ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് ഈ കാട്ടിലേക്ക് വന്നത്. അങ്ങേരുടെ പേര് ജോൺ എന്നാണ്. സുന്ദരനാണ് പുള്ളി. മിന ചോദിക്കും, ഇപ്പം അങ്ങേര് എവിടെയാണെന്ന്. കിയാറ പറയും, 6 ദിവസം മുന്നേ അങ്ങേര് വഴി അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ട് പോയതാ. തിരിച്ചു വന്നിട്ടില്ല. ചിലപ്പോൾ വഴി കണ്ടുപിടിച്ച് കാണും. ആരെങ്കിലും കൂട്ടിയിട്ട് വരുമായിരിക്കും. സോ നമ്മൾ ആദ്യം കണ്ട മനുഷ്യൻ അത് ഈ കിയാറയുടെ ഹസ്ബൻഡായിരുന്നു. മിന ചോദിക്കും, ആ വാച്ചേഴ്സ് അവർക്ക് എന്താണ് നമ്മളിന്ന് വേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? കിയാറ പറയും, സത്യം പറഞ്ഞ് ഞങ്ങൾക്കും അറിയില്ല. എന്നാൽ മാഡലിൻ, ആ തള്ളമ്മയ്ക്കൊരു തിയറിയുണ്ട്. ഈ വാച്ചേഴ്സ് നമ്മളെ പ്രാന്തന്മാരാക്കി ഈ കാടിനകത്ത് തന്നെ പൂട്ടിയിട്ട് കണ്ട് രസിക്കുന്നവരാണെന്ന്. വാ, ഞാനൊരു സംഭവം കാണിച്ചുതരാം. അതിനടുത്തേക്ക് പോകാൻ പാടില്ല, എന്നാലും നിനക്ക് കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കുഴി നമ്മൾ ആദ്യം കണ്ടില്ലേ, ഒരു ടണല് പോലത്തെ കുഴി, അത് കിയാറ എനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബറോസ്. ഈ ബറോസുകൾ കാടിന്റെ പല ഭാഗത്തുണ്ട്. ഈ ബറോസിലൂടെ ഇറങ്ങിച്ചെന്നാൽ അണ്ടർഗ്രൗണ്ടില് ഒരുപാട് ടണലുകളാണ്. അതെല്ലാം തമ്മി കണക്റ്റഡ് ആണ്. ഇതിനകത്താണ് വാച്ചേഴ്സ് പകൽ സമയത്തുണ്ടാവുക. അവർക്ക് പകൽ സമയത്ത് പുറത്തേക്ക് വരാൻ കഴിയില്ല. രാത്രി ആവുമ്പോഴാണ് അവർ പുറത്തേക്ക് വരും. പകൽ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് പുറത്തേക്കാം, നമ്മൾ സേഫാണ്. എന്നാൽ രാത്രി ഒരു നിമിഷം പോലും നമ്മളിവിടെ സേഫല്ല. മിന ചോദിക്കും, കിയാറ എത്ര നാളായി നീ ഇവിടെയെന്ന്. അവളുടെ മറുപടി ഇവളെ ഞെട്ടിക്കുന്നതാണ്. നിയർലി 5 months, 5 മാസമായി. 5 മാസമായിട്ട് ഈ പെണ്ണി കാടിനകത്താ. മിന ഞെട്ടിപ്പോകും. ഇവരെന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അവർ തിരിച്ചു വരുന്നു. അപ്പോഴേക്കും അമ്മച്ചിയും ആ ചെറുക്കനും കൂടി എന്തൊക്കെയോ ഭക്ഷണത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതവർ വർക്കായിരിക്കും. അപ്പോഴാണ് തള്ളമ്മ പറയുക, നിനക്കിവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ചില റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. ആ കണ്ണാടിയെ മാനിച്ച് നീ പെർഫോം ചെയ്യണം. അതിനെ എതിർക്കരുത്. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഡോറ് തുറക്കാൻ പാടില്ല. അതേപോലെ ബറോസിനടുത്തേക്കും പോകരുത്. ഓൾവേസ് സ്റ്റേ ഇൻ ദ ലൈറ്റ്. നമ്മളിപ്പോ അവരുടെ ടെറിട്ടറിയിലാണ്. വാച്ചേഴ്സ് നമ്മൾ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഈ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട്. അത് തെറ്റിച്ചാൽ പിന്നെ നമ്മളെ ജീവനോടെ ഇരിക്കാൻ അവർ സമ്മതിക്കില്ല. ഇതൊക്കെയാണ് റൂൾസ്. അന്ന് വൈകിട്ട് മിന മെല്ലെ ഈ കണ്ണാടിക്കടുത്ത് വന്ന് അത് ഈ കൊട്ടി നോക്കും. അതിനപ്പുറത്ത് എന്താ സംഭവം നമ്മൾക്ക് കാണുന്നില്ലല്ലോ. ഇവളൊരു 2 തവണ കൊട്ടും. ഒരു റെസ്പോൺസും ഇല്ല. മിണ്ടാതെ ചെന്ന് കിടക്കാണ്. പെട്ടെന്നാണ് ഈ കണ്ണാടിയിലേക്ക് ആരോ ആഞ്ഞിടിക്കുന്നത്. ചെറിയ കൊട്ടല്ല, തും തും വലിയ കൊട്ട്. എല്ലാവരും ഞെട്ടിപ്പേടിച്ചെഴുന്നേൽക്കും. അപ്പൊ ഈ അമ്മച്ചി, മിന ഭയപ്പെടണ്ട, അവർക്ക് നിന്നെ കാണണം, അതിനുവേണ്ടി അവർ കാത്തിരിക്കുക. മുന്നിലേക്ക് നിന്നോ, പേടിക്കാതെ നോക്കി നിന്നോന്നും പറഞ്ഞ് ഈ അമ്മച്ചി അവളെ മുന്നിലേക്ക് കാണിക്കും. പിറ്റേന്ന് നേരം പുലർന്നു. ഇന്ന് മീന ഡാനിയലുടെ കൂടെയാണ് പോയിരിക്കുന്നത്. ഡാനിയൽ ഒരു കെണിയൊക്കെ സെറ്റ് ചെയ്ത് ഏതൊരു കാക്കനെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ജോൺ പോയതിൽ പിന്നെ ഞാനാണ് ഈ പക്ഷികളെയും മൃഗങ്ങളെയും പിടിക്കുന്നത്. ഒരുമിച്ച് വേണം നമ്മൾ ജോലി ചെയ്യാൻ, എന്നാലേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. മാഡലിൻ ഈ കാടിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാത്തത് അവർക്കേ അറിയുള്ളൂ. നമ്മളെക്കാട്ടിലും കാലം അവരാണ് ഈ കാടിനകത്ത് ജീവിച്ചത്.
ഇങ്ങനെ ഡാനിയൽ ഓരോന്ന് സംസാരിച്ച് മിനയുടെ കൂടെ പോകുമ്പോൾ മിനയ്ക്ക് എന്തൊക്കെയോ രൂപങ്ങൾ, പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ പല രൂപങ്ങൾ ഈ കാടിന്റെ പല ഭാഗത്തുനിന്ന് കാണാം. അവള് ഭയപ്പെടുന്നുണ്ട്. തോന്നലാണോ, ഈ കാട് തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. മിന ഡാനിയലോട് ചോദിക്കും, നീ എത്ര കാലമായി ഈ കാടിനകത്തുണ്ട്? 8 മാസമായി അവൻ പറയും. 8 മാസമായി അവൻ ഈ കാടിനകത്തുണ്ട്. അപ്പൊ ഇവള്, ഇതുവരെ നീ ഒരു വാച്ചറെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും. ഡാനിയൽ പറയും, നോ വൺ സീസ് എ വാച്ചർ. ആരെങ്കിലും ആ വാച്ചറെ കണ്ടാൽ പിന്നെ അവൻ ജീവനോടെ ഇരിക്കില്ല. അപ്പൊ മിന്ന ചോദിക്കുകയാണ്, മാഡലീനാണോ ഇതൊക്കെ നിന്നോട് പറഞ്ഞത്? ആ അമ്മച്ചി പറയുന്ന എല്ലാ കാര്യങ്ങളും നീ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയാമില്ലെന്ന്. ഞാനും വിശ്വസിക്കുന്നില്ല. ആ വാച്ചർ എന്താണെന്ന് എനിക്കറിയണം. നീയും അറിയാൻ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ ആ ബറോസിൽ ഇറങ്ങാൻ പോവാണെന്നും പറഞ്ഞ് ഇവളൊരു ബറോസിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഡാനിയൽ, വേണ്ട, അത് റൂൾസിനെതിരാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മീന, നീ ചെന്ന് മെഡലിനോട് പറയും എന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ അവള് പറയുന്ന റൂൾസിന് അനുസരിച്ച് ജീവിച്ചോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കറിയണം ആ വാച്ചേഴ്സ് ആരാണെന്ന് അറിയണം. നിനക്കും ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്നെ സഹായിക്കുന്നും പറഞ്ഞ് ഇവളവന്റെ കയർ ഉപയോഗിച്ച് അവനോട് കയറി പിടിക്കാൻ പറഞ്ഞിട്ട് ആ കയറ് കെട്ടി ഈ കുഴിക്കകത്തേക്ക് ഇറങ്ങും. നല്ല ആഴമുള്ള കുഴി, വിജനമായൊരു കുഴി. പേടിയാവും അതിനകത്തൂടെ ഇറങ്ങാൻ. എന്നാൽ ഇവൾ ഇറങ്ങി അകത്തേക്ക് വരുന്നു. കിയാറ പറഞ്ഞതുപോലെ വലിയ ടണലാണ്, പല ഭാഗത്തേക്ക് വഴിയുണ്ട്. ഈ കുഴിക്കകത്ത് പല ആൾക്കാരും ഉപയോഗിച്ച പല സാധനങ്ങളും പഴകി ദ്രവിച്ച് കിടക്കുന്ന കാണാം. ഇതൊക്കെ ആരാണ് അവിടെ കൊണ്ടുവന്നിട്ടത്? ഇവൾ ഓരോന്നായിട്ട് പരിശോധിക്കുന്നു. അപ്പോൾ ഒരു സൈക്കിൾ ഇരിക്കുന്ന കാണും, ഒരു ടോർച്ച് ലൈറ്റും ഉണ്ട്. അതൊക്കെ ഇവർക്ക് യൂസ്ഫുൾ അല്ലേ? സോ ഇവൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡാനിയലിന്റെ കയറിൽ ഓരോ സാധനങ്ങളായിട്ട് കെട്ടിവെച്ചു കൊടുക്കും, അവന് വലിച്ചെടുക്കാൻ പാകത്തിന്. അങ്ങനെ ഇവര് പല സാധനങ്ങളും ആ കുഴിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. പേടിയില്ലാതെ ഇവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒരു രൂപമോ മനുഷ്യനോ ആരോ ഇവള് പുറകിലൂടെ വരാം. പകൽ സമയമാണ്, എന്നാലും പെണ്ണിന് പേടിയായി. എന്തോ ഒരു രൂപമുണ്ട് അതിനകത്ത്. റൂൾസില് സ്റ്റേ ഇൻ ദ ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഇവള് ലൈറ്റിൽ നിന്ന് മാറില്ല, ലൈറ്റിൽ തന്നെയാണ് നിൽക്കുക. പേടിച്ച് ഡാനിയൽ ഡാനിയൽ എന്ന് വിളിക്കുന്നുണ്ടാവും. അപ്പണ്ട് 5-6 വിരലുകൾ, 6-7 ഉണ്ടെന്ന് തോന്നുന്നു, ഇതിങ്ങനെ വെളിച്ചത്തിലേക്ക് വരുന്ന കാണാം. വെളിച്ചത്തിൽ വരുംതോറും ആ കൈവിരലുകൾ ഉരുകുന്നുണ്ടാവും. ഇവള് പേടിച്ച് ഡാനിയൽ എന്ന് വിളിച്ചു പറയുമ്പോഴേക്കും ആ കൈവിരലുകൾ അകത്തേക്ക് പോയി. ഭാഗ്യത്തിന് കയറ് തിരിച്ചു കിട്ടി. ഇവൾ ആ കയറും പിടിച്ച് മുകളിലേക്ക് വരുന്നു. ഇവർക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കയ്യിൽ കിട്ടി. അതെല്ലാം എടുത്തുകൊണ്ട് ഇവര് കൂപ്പിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അമ്മച്ചി ചോദിക്കുക, നിങ്ങൾക്ക് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന്. ഇവള് നുണ പറയും, ഒരു കല്ലിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാണെന്ന്. എന്നാൽ മാഡലിൻ അമ്മച്ചി വിശ്വസിക്കുന്നില്ല. സത്യം പറയും, നിങ്ങൾക്ക് എവിടെ നിന്നാണിത് കിട്ടിയത്? അപ്പം മീന, ഞാൻ പറഞ്ഞ സത്യമാണ്, ഇത് കിട്ടിയത് നന്നായില്ലേ? ഈ സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ വേഗത്തിൽ ആ ലാൻഡ്മാർക്ക് താണ്ടി ചെല്ലാം, തിരിച്ചും വരാം. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ? അമ്മച്ചി അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കും, സത്യം പറ, ഇന്നെന്താണ് സംഭവിച്ചത്? എന്താണ് നീ കണ്ടത്? നിന്റെ മുഖത്തൊരു ഭയം കാണുന്നു. മിന പറയും, ഞാൻ പറഞ്ഞ സത്യമാണ്, ഒന്നും കണ്ടിട്ടില്ല. ഇവർക്ക് ആ കുഴിയിൽ നിന്ന് ഒരു വീഡിയോ പെട്ടി കിട്ടിയിട്ടുണ്ട്, ഒരു വീഡിയോ ക്യാമറ, പഴയൊരു ക്യാമറ. അത് വർക്കിംഗ് ആണ്. ഇതുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടെന്നും പറഞ്ഞ് ഡാനിയൽ TV ഒക്കെ അഴിച്ച് ഈ ക്യാമറ TV സെറ്റ് ചെയ്യും. ഇപ്പൊ ആ ക്യാമറയിൽ റെക്കോർഡാവുന്ന സാധനം TV കാണാം. ഇതുകൊണ്ട് നമുക്കൊരു ഉപയോഗമുണ്ട്. ആ വാച്ചേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. രാത്രി സമയത്ത് ഈ ക്യാമറ പുറത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വാച്ചേഴ്സിനെ കാണാൻ പറ്റും. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവര് ഡോറിന് ഫ്രണ്ടിലായി ഈ ക്യാമറ രാത്രി പുറത്തു വെക്കുന്നു. ഇവർക്ക് കാണാം, വിഷ്വല് കാണാം. 4 പേരും സാധാരണഗതിയിലിരിക്കും. അമ്മച്ചി പറയും, അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യണ്ട, സാധാരണ പോലെ ഇരുന്നാൽ മതി. അവര് വരും, വന്ന് കാണട്ടെ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇവരെ ഡോറിൽ ആരോ മുട്ടുന്നു. പങ് പങ് ആഞ്ഞാ മുട്ടുന്നു. അമ്മച്ചി പറയും, ആരും അനങ്ങിപ്പോകരുത്, എന്ത് സംഭവിച്ചാലും ഡോറ് തുറക്കാൻ പാടില്ല. ഡാനിയൽ, ആരോ പുറത്തുണ്ടെന്ന് പറയും. അമ്മച്ചി, അത് ആ വാച്ചേഴ്സിന്റെ ട്രിക്കാണ്, ആർക്കും രാത്രി ഈ കാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. വീണ്ടും വീണ്ടും ഡോറിലേക്ക് ആരോ ആഞ്ഞടിക്കുന്നു. അമ്മച്ചിക്ക് മനസ്സിലായി, ഇന്നെന്തോ റോങ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. അവര് മിനിയോട് ചോദിക്കും, സത്യം പറ മിന, നിനക്ക് എവിടുന്നാണ് ആ ബൈക്ക് കിട്ടിയത്? പ്ലീസ് ബി ഹോണസ്റ്റ് വിത്ത് മീ. പറഞ്ഞു തീരുമ്പോഴേക്കും കിയാറയുടെ ഹസ്ബൻഡിന്റെ ശബ്ദം. കിയാറ, ഞാനാണ്. ഹണി, ഡോറ് തുറക്ക്. ഉടനെ കിയാറ എഴുന്നേക്കും. ജോൺ, നീയാണോ? നീ തിരിച്ചു വന്നോ? അതെ കിയാറ, ഡോറ് തുറക്ക്. എന്റെ ഭർത്താവ് തിരിച്ചു വന്നു, എനിക്ക് ഡോറ് തുറക്കണം എന്ന് പറഞ്ഞ് ഇവള് സന്തോഷത്തോടെ ഓടിച്ചെന്ന് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ് അമ്മച്ചി ചെക്കായിട്ട് വന്ന് നിൽക്കുക. കിയാറ, ഇത് അവരുടെ ട്രിക്കാണ്, നിനക്ക് മനസ്സിലാവുന്നില്ലേ? യു ആർ സ്മാർട്ടർ ദാൻ ദിസ്. നിനക്ക് ബുദ്ധിയുണ്ട് കിയാറ, ആലോചിച്ചു നോക്ക്. സൺസെറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഡോറ് തുറക്കില്ല, എന്ത് സംഭവിച്ചാലും. കിയാറ പറയും, റൂൾസ് ഒന്നും എനിക്കൊരു മാറ്റർ അല്ല, എന്റെ ഭർത്താവാണ് പുറത്ത് നിൽക്കുന്നത്, എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. അപ്പൊ ഈ പുറത്തുള്ള ആള്, എനിക്ക് അപകടം പറ്റിയിട്ടുണ്ട് കിയാറ, വാതില് തുറക്ക്, ആ വാച്ചേഴ്സ് വരും, എന്നെ പിടിക്കും. അപ്പൊ അമ്മച്ചി പറയുന്നു, വാച്ചേഴ്സ് നമ്മളെ കളിപ്പിക്കുന്നതാണ്, അവരുടെ ട്രിക്കിൽ നമ്മൾ വീണ് പോകരുത് കിയാറ, മനസ്സിലാക്കുക. കിയാറ,
ഇല്ല ഇതെന്റെ ഭർത്താവ് തന്നെയാ, അയാളുടെ ശബ്ദം തന്നെയാ. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. അപ്പോഴാണ് അമ്മച്ചി ഓടിച്ചെന്ന് മിനയോട് ചോദിക്കുക, മീന സത്യം പറ, ഇപ്പോഴെങ്കിലും പറ, നീ എങ്ങോട്ടാണിന്ന് പോയത്? മിന പറയും, ഞാൻ ഇന്ന് ബറോഡ അകത്തേക്ക് പോയി. അവിടുന്നാണ് ഈ സൈക്കിളും ക്യാമറയൊക്കെ കൊണ്ടുവന്ന്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അത് ശരിയല്ലല്ലോ, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ആ സമയത്ത് കിയാറ പറയുന്നു, എന്റെ ഹസ്ബൻഡ് ഇപ്പോഴും പുറത്ത് നിൽക്കുക, ഞാൻ ഡോർ തുറക്കാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോ, എന്തെങ്കിലും ചെയ്തോ. അമ്മച്ചി ഓടി വന്ന് അവളെ തടഞ്ഞിട്ട് പറയും, ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നത് ചെയ്യാവോ? നിന്റെ ഭർത്താവിനോട് ചോദിക്കേ, അവന് മാത്രം അറിയാവുന്ന ഒരു കാര്യം നീ ചോദിച്ചു നോക്ക്, അത് കഴിഞ്ഞ് തുറന്നു, ഈ ഒരു കാര്യമെങ്കിലും ചെയ് ദയവേത്. അപ്പൊ കിയാറ ശരിയെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോട്, ജോൺ ഞാൻ ഏത് പുസ്തകമാണ് വായിക്കുന്നത്, അതിന്റെ പേര് പറയാൻ ചോദിക്കും. അപ്പൊ 2 കാലുകൾ കാണാം, മനുഷ്യന്റെ കാല് തന്നെയാണ്. എനിക്കറിയില്ല ബേബി എന്നാണ് അയാൾ മറുപടി പറയാ. നിനക്കറിയാം ബേബി, നമ്മൾ ഡബ്ലിന്ന് വാങ്ങിച്ചാണ്, നമ്മൾ ഒരുമിച്ചാണത് വാങ്ങിച്ചത്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പുസ്തകമാണത്, നിനക്കറിയില്ലേ? അതിന് മറുപടി ഒന്നും വരുന്നില്ല, ആരും മിണ്ടുന്നില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾ പറയും. തള്ളമ്മ, കിയാറ, വാച്ചേഴ്സ് മനുഷ്യരെ വെറുതെ വിടില്ല, ജീവനോടെ വിടില്ല. നിനക്കറിയാം പുറത്തുള്ളത് അവരാണ്, അവര് നമ്മളെ പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രിക്കാണിത്. അപ്പൊ പുറത്തുള്ള ആള് ജോൺ, അവര് വരുന്നു, എന്നെ പിടിക്കും, എന്നെ രക്ഷപ്പെടുത്ത് കിയാറ, നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ രക്ഷപ്പെടുത്ത്. ഇപ്പോഴാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ കിയാറ പറയും, ജോൺ പുറത്തൊരു ക്യാമറയുണ്ട്, നീ അതെടുത്ത് നിന്റെ മുഖം കാണിക്കേ, നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാതില് തുറന്ന് നിന്നെ അകത്തേക്ക് കയറ്റാം. പറഞ്ഞതുപോലെ തന്നെ ആ രൂപം ഈ ക്യാമറ എടുത്ത് കുനിഞ്ഞ് തന്റെ മുഖം ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. ഹെൽപ് മീ കിയാറ എന്ന് പറയുമ്പോഴേക്കും അയാൾ ആരോ വലിച്ചെടുത്തോണ്ട് പോകും. പിന്നെ മറ്റാരോ ഈ ക്യാമറ തല്ലി പൊട്ടിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഭയങ്കര ശബ്ദം. മാഡലിൻ, എല്ലാവരും മുന്നിലേക്ക് വാ, അവര് നമ്മളെ കാണട്ടെ. ആ വാച്ചേഴ്സ് അപ്സെറ്റാണ്, നമ്മളെങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർ കാണട്ടെ എന്നും പറഞ്ഞ് അമ്മച്ചി എല്ലാവരെയും മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി നിർത്തും. ഈ സാധനങ്ങളാണെങ്കിൽ ഗ്ലാസ്സിലും ഡോറിലും എല്ലാം ആഞ്ഞിടിക്കുന്നുണ്ട്. ഭയങ്കര ശബ്ദം. അമ്മച്ചി മുന്നിലേക്ക് കയറി ഈ 3 പേരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നിന്നിട്ട്, ഗ്ലാസ് പൊട്ടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പിടിയിൽ നിന്നും മാറിപ്പോകരുതെന്നും പറഞ്ഞ് അവരിങ്ങനെ സേവ് ചെയ്യുന്ന പോലെ നിൽക്കുന്നു. ഏതോ ഒരു സാധനം അടിച്ചിട്ട് ഈ ഗ്ലാസിന്റെ ഒരു ഭാഗം വിണ്ട് പൊട്ടിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഈ വാച്ചേഴ്സിനകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഭാഗ്യം, ഇന്ന് രാത്രിയും കൂടി അവർ രക്ഷപ്പെട്ടു. പിറ്റേന്ന് തന്നെ അമ്മച്ചി ഇവളെടുത്തോണ്ട് വന്ന എല്ലാ സാധനങ്ങളും അതേപടി ഈ ബറോയിലേക്ക് തിരിച്ച് വലിച്ചെറിയുന്നു. എന്നിട്ട് മതിയായില്ലേ റൂൾസ് തെറ്റിച്ചത്, നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴി ഞാൻ കണ്ടുപിടിച്ചു തരാം, പേടിക്കണ്ട എന്നും പറഞ്ഞ് അമ്മച്ചി അവരെ തിരിച്ചു വിളിച്ചോണ്ട് പോകുന്നു. ഇവിടെ കുഴിക്കകത്ത് എന്തോ ഒരു സാധനം അവർ വലിച്ചെറിഞ്ഞെല്ലാം ദേഷ്യപ്പെട്ട് തല്ലിപ്പൊട്ടിക്കുന്നുണ്ട്. അവിടുന്ന് മെല്ലെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ മിനയുടെ പഴയ കഥ കാണിക്കുന്നു. ഫ്ലാഷ് ബാക്ക്. ഒരു ഭംഗിയുള്ള ദിവസം അമ്മ നമുക്ക് പുറത്തു പോകാം, യാത്ര പോകാമെന്ന് തന്റെ 2 പിള്ളേരോടും പറയും. മിന ട്വിൻസ് ആയിരുന്നു, ഇരട്ട കുട്ടികളായിരുന്നു. ഈ ഇരട്ട കുട്ടികളെയും കൊണ്ട് അമ്മച്ചി യാത്ര പോവാണ് കാറിൽ. മിനയാണെങ്കിൽ കൊച്ചിലെ അമിത കുറുമ്പും വാശിയുള്ള പെണ്ണാണ്. കാറിൽ പോകുമ്പോൾ ഇവള് കൈ പുറത്തേക്കിടും, അമ്മ കൈ അകത്തേക്കിട്, എന്നിട്ട് ആ ഗ്ലാസ് അടച്ചു വെക്കി. കാറ്റടിച്ച് എന്റെ മുടിയൊക്കെ പറക്കുന്നു, മോള് പറഞ്ഞ അനുസരിക്കുന്നു പറയും. ഇവൾ അനുസരിക്കുന്നില്ല. ഇവള് ഗ്ലാസ് മുകളിലേക്ക് പൊക്കിയും താഴ്ത്തിയും കളിക്കുകയാണ്. എന്നിട്ട് അതിൽ കൈ ചേർത്ത് പിടിച്ച് പൊക്കിക്കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. കുടുങ്ങിയിട്ടൊന്നുമില്ല, ഇവൾ അമ്മയെ കളിപ്പിക്കുകയാണ്, എന്റെ കൈ കുടുങ്ങി എന്നും പറഞ്ഞ്. അപ്പൊ അമ്മയാണെങ്കിൽ എന്താ മീന ഇങ്ങനെ കാണിക്കുന്നേ, നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകിലേക്ക് തിരിയും. ഇങ്ങനെ തിരിയുമ്പോഴാണ് പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു കാറ് വരുന്നത്. അമ്മയ്ക്ക് കൺട്രോൾ കിട്ടില്ല. നേരെ ചെന്ന് ഇവരെ എതിർ കാറി ഇടിച്ച് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുന്നു. അങ്ങനെയാണ് മിനയുടെ അമ്മ മരണപ്പെട്ടത്. സോ താൻ കാരണമാണ് അമ്മ മരണപ്പെട്ടത് എന്ന കുറ്റബോധമാണ് ഇത്രയും വർഷമായിട്ട് ഇവളുടെ മനസ്സിൽ കിടന്ന് വെന്ത് നീർന്ന്. അവിടുന്ന് പ്രസന്റിലേക്ക് വന്നാൽ ഇവള് ഡയറിയിൽ ഓരോരോ കാര്യങ്ങൾ കുറിച്ചു വെക്കും. എന്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നു, ഇവിടുന്ന് എസ്കേപ്പ് ആവുക എന്നത് ഒരു ഓപ്ഷനായിട്ട് എൻ്റെ മുന്നിലില്ല. എന്നാൽ ആ വഴി ഞങ്ങൾ ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഓരോ ദിവസവും പോകുന്ന വഴിയിലെ മരങ്ങളെല്ലാം മാർക്ക് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു മാർഗം ഇല്ലാതിരിക്കില്ലല്ലോ ഇവിടുന്ന് രക്ഷപ്പെടാൻ. അത് ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ അമ്മച്ചിയും ഡാനിയലും തമ്മിൽ വഴക്കടിക്കുന്നത് ഇവള് കാണാം. അമ്മച്ചി എന്ത് പറഞ്ഞിട്ടും ഡാനിയൽ അനുസരിക്കുന്നില്ല. എന്തേലും ആവട്ടെ, അവര് ഭക്ഷണം കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഇവള് തിരിച്ച് കൂപ്പിലേക്ക് വരുന്നു. അവിടെ അനങ്ങാതെ കിയാറിയിരിക്കുന്ന കാണാം. അവളൊന്നും മിണ്ടുന്നില്ല. ശരി, എന്തേലും അപ്സെറ്റ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ശരിയാവും എന്ന് വിചാരിച്ച് മീന ഈ രക്ഷപ്പെടാനുള്ള വഴി ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിയാറ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് മനസ്സിലാക്കുക. സന്ധ്യയായി, ഇപ്പം ഇറങ്ങിപ്പോകാൻ പാടില്ല, അവക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് മീനയ്ക്ക് മനസ്സിലായി. മീന കിയാറയുടെ പുറകെ ഓടിച്ചെല്ലും. അവളാണെങ്കിൽ ഈ ബറോന് തൊട്ട് മുകളിലായിട്ട് ചെന്ന് നിൽക്കുക. കിയാറ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് തിരിച്ചു പോകണം. കിയാറ പറയും, എനിക്കറിയാം എന്റെ ഭർത്താവ് ഇനി തിരിച്ചു വരില്ല എന്ന്. അവൻ പോയി, ഞാൻ അവന്റെ കൂടെ പോകണമായിരുന്നു, ഞാനിപ്പോൾ അവന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്, അവൻ ഈ കുഴിയിലാണ് ഉണ്ടാവുക. മീന പറയും, കിയാറ, ഈ കാർഡ് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റിക്കളയും. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളെല്ലാവരും പല വഴി ചിന്തിക്കും. നീ മനസ്സിലാക്കുക, മൈൻഡ് സ്റ്റഡിയെ കൊണ്ടുപോവാ, ആ ബറോന്ന് മാറി നിൽക്കുക, ദയവ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വാ. ഇവളാണെങ്കിൽ ചാടാ റെഡിയായിട്ട് നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് ദൂരെ നിന്നും ഡാനിയലിന്റെ കരച്ചിൽ കേൾക്കുക. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഡാനിയൽ ഈ അമ്മച്ചീനെ കെട്ടിയിട്ടിരിക്കുന്നു. അവന്റെ മൈൻഡും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്.
ദ ബോയ് ലോസ്റ്റ് ഹിസ് മൈൻഡ്. എന്റെ കെട്ടഴിച്ചു വിടുമെന്ന് അമ്മച്ചി പറയും. ഡാനിയൽ, ഇനി എന്റെ റൂൾസാണ്, ഈ തള്ള പറയുന്നത് ഞാൻ കേൾക്കില്ല എന്നും പറഞ്ഞ് കാടിനകത്തേക്ക് ഓടിപ്പോകുന്നു. കിയാറ പുറകെ പോവും. മിന അമ്മച്ചിയുടെ കെട്ടഴിക്കുമ്പോൾ അമ്മച്ചി പറയും, നമ്മളെ ഏറ്റവും ദുഷ്ടത്തരമാക്കാൻ ഈ കാടിന് കഴിയും, അതിന് സമ്മതിച്ചു കൊടുക്കരുത്. ഇപ്പൊ എത്രയും പെട്ടെന്ന് കൂപ്പിനകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അമ്മച്ചി മിനിയും വിളിച്ച് കൂപ്പിലേക്ക് ഓടി വരുമ്പോണ്ട് ഈ ചെറുക്കൻ ഡാനിയൽ അകത്ത് കയറി കൂപ്പ് അടച്ചു വെച്ചിരിക്കുന്നു. ഭാഗ്യത്തിന് കിയാർ അകത്തുണ്ട്. എന്നാൽ നമ്മുടെ മിനിയും അമ്മച്ചിയും പുറത്തായി. ഇപ്പൊ സന്ധ്യയായി, ഇരുട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷികളെല്ലാം പറന്നു പോകുന്നു. ഇനി ഇവർക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് അകത്ത് കയറിയേ പറ്റൂ. എന്നാൽ ഈ ചെറുക്കൻ തുറക്കത്തേയില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കാണ്. കിയാറ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവന് ഭ്രാന്തായി. അപ്പൊ മെഡലിൻ, നമ്മുടെ തള്ളമ്മ, വേറെ വഴിയില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഒളിക്കാനെന്നും പറഞ്ഞ് മിനിയെ വിളിച്ചിട്ട് ഒരു അഴുകിയ മരത്തിന്റെ വേരിലെ പൊത്തിനകത്ത് കയറി ഒളിച്ചിരിക്കും. ഒരുപാട് ദുർഗന്ധം ഉണ്ടെന്ന് അവള് പറയുമ്പോൾ അമ്മച്ചി, അത് വേണം, എന്നാലേ നമ്മുടെ മണം അവർക്ക് കിട്ടാതിരിക്കുള്ളൂ. ഇപ്പൊ ഡാനിയൽ കരോലിനെ പിടിച്ചിട്ട് ക്ലാസ്സിന് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. ഇരുട്ടായി. ആ സത്വങ്ങൾ വരാൻ തുടങ്ങി. പല്ലും മുടിയും മൂക്കും എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ഇല്ല. ഒരു വൃത്തികെട്ട രൂപം, നല്ല നീളമുണ്ട്. അങ്ങനെ ഒരു രൂപം കുരങ്ങനെ പോലെ ചാടി ഈ വേരിന് മുകളിൽ കൂടെ ചാടി വന്നിട്ട് ഇവരെ കൂപ്പിന് ഫ്രണ്ടിൽ ചെല്ലും. ഇപ്പോഴാണ് ആ രൂപത്തിന്റെ ഒരു നിഴൽ രൂപം നമ്മളെ കാണിക്കുന്നത്.